ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കടക്കണേക്കാട്ടിലും മുൻപ് ഞാൻ ചെറിയൊരു സെൽഫ് പ്രൊമോഷൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് ഡെയിലി വ്ളോഗ്സ് ചെയ്തുകൂടെയെന്ന് അല്ലെങ്കിൽ ഇടയ്ക്ക് ഡെയിലി വ്ളോഗ് ചെയ്യുമെന്ന് പറയാറുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് നിച്ചയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഡെയിലി വ്ളോഗ് പക്ക വിഷ്വൽസ് ഡെയിലി വ്ളോഗ് ആണെങ്കിലും നമ്മൾ സംസാരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കാണല്ലോ. അപ്പോൾ അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വിചാരിക്കണ പോലെ നല്ല രീതിക്ക് അത് ഓടില്ല. പക്ഷേ അത് മാത്രമല്ല, എനിക്ക് പിന്നെ ഡെയിലി വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വേറൊരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓണത്തിൻ്റെ ഒരു ഷോർട്സിൽ നിന്നാണ് കേട്ടോ ഞാൻ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ചാനലിൻ്റെ പേരും ലിങ്കും ഞാൻ ഫസ്റ്റത്തെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇനി ക്ലിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ചാനലിൽ പോസ്റ്റായിട്ട് ഞാനത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉള്ള ആൾക്കാർ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ സെൽഫ് പ്രൊമോഷൻ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. നമ്മളുടെ കുറേ പാരൻസിനെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അവർക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കരുതി വെക്കുകയും മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. നമ്മളെപ്പോഴും പറയും, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഹോം മേക്കറായിട്ട് വീട്ടമ്മയായിട്ട് നമ്മൾ ഇരുന്നാൽ പോലും ഒരു വീട്ടമ്മ എന്നതിനപ്പുറം നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റി നമ്മൾ അറ്റ് എനി കോസ്റ്റ് നമ്മളത് ക്രിയേറ്റ് ചെയ്ത് വെക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റി നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു പെണ്ണിന് ഒരു സ്ത്രീക്ക് അവൾക്ക് വേണ്ടിയിട്ട് കരുതി വെക്കേണ്ട ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 കാര്യങ്ങളും അതോടൊപ്പം തന്നെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുമാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണേ. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് അവന് സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട്. നമ്മളിപ്പോൾ കുറേ നമ്മളുടെ പാരൻസിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ട്, അതിൽ അവിടെ അമ്മമാർക്ക് പേഴ്സണലായിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കില്ല. അപ്പം അത് ചിലവർക്ക് ജോയിൻ്റ് അക്കൗണ്ട് ആയിരിക്കും, ഹസ്ബൻഡും വൈഫും കൂടെ ചേർന്നിട്ടുള്ള ജോയിൻ്റ് അക്കൗണ്ട് ആയിരിക്കും. ആ ഒരു അക്കൗണ്ട് മാത്രമായിരിക്കും ഭാര്യയ്ക്ക് ഉണ്ടാവുക. ഭർത്താവിന് പക്ഷേ ജോയിൻ്റ് അക്കൗണ്ടും ഉണ്ടായിരിക്കും, വേറൊരു പേഴ്സണൽ അക്കൗണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ജോയിൻ്റ് അക്കൗണ്ട് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അവർ ചിലപ്പോൾ അവരുടെ വീട്ടിൽ മൊത്തത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഇടമായിരിക്കും. പക്ഷെ അത് കൂടാതെ ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ് ഒരു സിംഗിൾ പേഴ്സൺ എന്നുള്ള ഒരു നിലയ്ക്ക് ഒരു പെണ്ണിന് ഉറപ്പായിട്ടും അവളുടെ പേരിൽ അവൾക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അക്കൗണ്ട് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിൻ്റെ ഉള്ളിൽ നമുക്ക് പൈസയും വേണം. നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വേറൊരാളുടെ കയ്യിൽ കൈ നീട്ടാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു തുക അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ നമ്മൾക്കൊക്കെ നമ്മുടെ ഏജിലുള്ളവർക്ക് നമ്മളെക്കാട്ടിലും കുറച്ചും കൂടെ മൂത്ത ആൾക്കാർക്കും ഒക്കെ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ അമ്മമാരോട് ചോദിച്ചു നോക്കുക, ചില അമ്മമാർക്ക് ചിലപ്പം സ്വന്തമായിട്ട് ഒരു പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഉപകാരങ്ങളിൽ ഒരു ഉപകാരമായിരിക്കും ഈ ഒരു സാധനം. അവർക്ക് സ്വന്തമായിട്ട് അവരുടെ പേരിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക, അതിലൊരു ചെറിയ തുക നിങ്ങൾ അവർക്ക് ഇട്ടും കൊടുക്കുക. പിന്നെ വേറെ ഞാൻ കണ്ടിട്ടുണ്ട്, സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയേണ്ടായിരിക്കില്ല. ആ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്, അതിൻ്റെ പാസ്വേഡ് എന്താണ്, ATM പോയിട്ട് എങ്ങനെയാണ് പൈസ എടുക്കേണ്ടത്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചില അമ്മമാർക്കൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ അറിയുന്നവരിപ്പം നമ്മുടെ അമ്മമാർക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. കാരണം ഇതൊക്കെ അവർക്ക് വേണ്ട ഒരു സംഗതികളാണ്. അവർക്ക് എല്ലാ ആവശ്യങ്ങളും ഇപ്പം വേറൊരാളോട് പറഞ്ഞിട്ട് മോളെ അല്ലെങ്കിൽ മോനെ ഒന്ന് പോയിട്ട് പൈസ എടുത്തിട്ട് കൊണ്ടുപോവാ, എനിക്ക് ഇന്ന സാധനം മേടിക്കാനാണെന്ന് എപ്പോഴും പറയുമ്പോൾ അവർക്കുടെ ഉള്ളിലൊരു സംഭവമുണ്ട്, നമ്മൾ എപ്പോഴും ഇങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കണമല്ലോ എന്നുള്ളൊരു സംഭവം തോന്നും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് അക്കൗണ്ട് ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ ഒരു പെണ്ണിന് മാത്രമൊന്നുമല്ല, ഒരു ആണിനാണെന്നുണ്ടെങ്കിലും വിശ്വസിച്ച് എന്തും പറയാൻ പറ്റുന്ന അത്രയ്ക്കും വിശ്വാസമുള്ള ഒരാൾ നമ്മൾ ഈ ജീവിതത്തിൽ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം. നമ്മൾ പലപ്പോഴും എന്താ പറയുക, ഞാൻ ഇപ്പം ബിഗ് ബോസിൻ്റെ അഗ്നിപരീക്ഷ ഞാൻ കാണാറുണ്ട്. അതിലൊരു ലേഡി പറഞ്ഞൊരു ഡയലോഗ് ഞാൻ ഓർക്കുന്നുണ്ട്. ആൾ ഹൗസ് വൈഫായിട്ട് 15 വർഷം ആൾ ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആൾക്ക് ആ 15 വർഷം വീട്ടിൽ ജോലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആൾ ഭയങ്കര ലോൺലിനെസ് ആയിരുന്നു, ഒരുപാട് ഏകാന്തതയാണ് ആ 15 വർഷം ആൾ അനുഭവിച്ചതെന്ന് ആളോട് പറയുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താ, ആൾക്കൊന്ന് തലചായ്ക്കാൻ അല്ലെങ്കിൽ ഒന്ന് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിന് ഒരാളില്ലാത്തത് കൊണ്ടാണ് ആൾക്ക് ആ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലൈഫിലുണ്ടല്ലോ, നമ്മൾ ഇതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, നമുക്ക് എന്തും വിശ്വസിച്ച് നമുക്കൊരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് നമ്മൾക്ക് അഭയം തേടാൻ പറ്റുന്ന ഒരാളെ നമ്മൾ
സീക്ക് ചെയ്ത് വെച്ചിരിക്കണം. എന്നിരുന്നിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡബിൾ ആവണമെന്നല്ല ഞാൻ പറയുന്നത്. ആസ് എ വുമൺ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണം. പക്ഷെ നമ്മൾ മനുഷ്യന്മാരാണ്. ചില സിറ്റുവേഷനിൽ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. നമുക്ക് ആരോടെങ്കിലും പോയിട്ട് നമ്മുടെ സങ്കടങ്ങൾ പറയണം, നമ്മുടെ സന്തോഷങ്ങൾ പറയണം, നമ്മളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൈ വേണം. ആ ഒരു കൈ നിങ്ങൾ സമ്പാദിച്ച് വെച്ചിരിക്കണം. പിന്നെ വേണ്ടതുണ്ടല്ലോ, ഒരു പക്ഷെ നമുക്കിടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻകം ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പറ്റുന്ന ഒരു സ്കില്ല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവ് നമ്മൾ പഠിച്ച് വെച്ചിരിക്കണം. അതെനിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്കില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. എനിക്കിപ്പോഴും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പം നമ്മൾ ഒരുപാട് ഡ്രസ്സിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തീരെ ക്ഷമയില്ലാത്തത് കൊണ്ടാണ് എനിക്ക് സ്റ്റിച്ചിങ് ഇഷ്ടമില്ലാത്തത്. ഞങ്ങൾ 10ാം ക്ലാസ്സിലെ വെക്കേഷൻ എൻ്റെ ഫ്രണ്ട്സ് 2-3 പേര് നമുക്ക് വീടിൻ്റെ അടുത്തല്ല, കുറച്ച് ദൂരം അവിടെ ഒരു ടൈലറിങ് സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെ സ്റ്റിച്ചിങ് ഒരു ചേച്ചി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സ് സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവർ സ്റ്റിച്ചിങ് ഒന്നും അല്ല ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് സ്റ്റിച്ചിങ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ ഡ്രസ്സൊക്കെ തയ്ക്കാം. അതേപോലെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ പോലും തൊട്ടടുത്തുള്ള നമ്മൾ നല്ല രീതിക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ 2 പേരുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ എത്രയോ നമ്മൾ ഡ്രസ്സിൻ്റെ ബിസിനസ്സൊക്കെ കാണുന്നില്ലേ. അപ്പോൾ അങ്ങനെ എനിക്ക് ഇപ്പോഴും ഞാൻ റിഗ്രറ്റ് ഒരു സംഭവമാണ്. എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാമായിരുന്നു എന്നുള്ളത്. അപ്പം അതുപോലെ ഇനി സമയമുണ്ട്, സമയം അത്ര അതിക്രമിച്ചിട്ടൊന്നുമില്ല. അപ്പം എപ്പോഴും നമ്മൾക്കൊരു സിറ്റുവേഷൻ വന്നാൽ അല്ലെങ്കിൽ നമ്മൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പൈസയാക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സ്കില്ല് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ആരുടെയും സഹായം ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നേടാൻ പറ്റുള്ളൂ. ഇത് ഞാൻ എൻ്റെ പ്രയത്നം കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് വേണം. ഇപ്പം ഞാൻ ഒരുപാട് പ്രൗഡായിട്ട് തന്നെ പറയാം. നമുക്കിപ്പം നിയർലി 8000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 8 ആയിട്ടില്ല, ആകും കുറച്ച് ദിവസത്തിനുള്ളിൽ നിന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൂടെയാണ് എനിക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത്. പക്ഷേ ഞാൻ എഫേർട്ട് എടുത്ത് എൻ്റെ സ്വന്തമായി ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ നേടിയെടുത്തൊരു സംഭവമാണെന്ന് എനിക്കത് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പ്ലേ ബട്ടൺ കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ ജയിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം പൈസയ്ക്ക് ഒരു വണ്ടി മേടിച്ചു, വീട് വാങ്ങിച്ചു, അതൊക്കെ ആവുമ്പോൾ നമുക്ക് പ്രൗഡ്ലി നമുക്ക് പറയാൻ പറ്റും ഞാനത് എൻ്റെ പൈസ കൊടുത്ത് എൻ്റെ അധ്വാനം കൊണ്ട് ഞാനത് നേടിയെടുത്തതാണ്. അത് ചെറിയ സംഭവമായിക്കോട്ടെ വലിയ സംഭവമായിക്കോട്ടെ. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫോണാണെങ്കിൽ പോലും, ഈ ഫോൺ ഞാൻ മേടിച്ചതല്ല, എൻ്റെ കെട്ടി വാങ്ങി തന്നതാണ് കേട്ടോ. പക്ഷെ അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ എന്ന് പറയുന്നത് ഓപ്പോ F11 Pro ആയിരുന്നു. അത് ഞാൻ ജോലി ചെയ്തിട്ട് എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ വാങ്ങിച്ചൊരു സംഭവമായിരുന്നു. അതിൽ വേറെ ₹1 പോലും എനിക്ക് വേറെ ആരും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് പ്രൗഡ്ലി പറയുമായിരുന്നു, ആ ഫോൺ ഞാൻ എൻ്റെ പൈസ കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. അതേപോലെ ചെറിയതായിക്കോട്ടെ വലുതായിക്കോട്ടെ അത് ഞാൻ എൻ്റെ കാശ് കൊടുത്ത് മേടിച്ചതാണെന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ എൻ്റെ പ്രയത്നം കൊണ്ട് ഞാനത് നേടിയെടുത്തതാണെന്ന് പറയാൻ പറ്റുന്ന ഒരു സംഗതി നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. ഒന്നല്ല, ലിസ്റ്റ് വേണം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും നമ്മളത് നേടിയെടുത്തിരിക്കണം. പിന്നെ വേണ്ടത് സ്വന്തമായിട്ടൊരു അഭിപ്രായം. ഒരുപാട് വീട്ടമ്മമാർക്ക് ഇല്ലാത്തൊരു സംഭവമാണ് ഇത്. അവരുടെ ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ മക്കൾക്കുടെ ലൈഫിലായിക്കോട്ടെ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അവരെല്ലാം അതിന് തീരുമാനം എടുക്കുന്നത്. ആരോ ഇങ്ങനെ ഇളക്കുന്ന നമ്മുടെ ചരടിന് വേണ്ടിയിട്ട് നീങ്ങുന്ന പാവകളെന്ന് പറയില്ലേ, അതേപോലെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ആവരുത്. നമ്മളുടെ എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്വന്തമായിട്ടുള്ളൊരു തീരുമാനവും അഭിപ്രായവും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഫസ്റ്റ് പറഞ്ഞ പ്രൊമോഷൻ മറക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.